മാജിക് റിംഗ് ചെയ്യാനുള്ള മറ്റൊരു ഈസി ടെക്നിക്കാണ് ഞാനിവിടെ കാണിക്കുന്നത്. അതിനായി നമ്മൾ യൂസ് ചെയ്യുന്ന യാണിൻ്റെ ടെയിലിൻ്റെ താഴേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിൽ പിടിച്ച് വർക്കിംഗ് എൻഡ് ചുറ്റി ഒരു സർക്കിൾ ഫോം ചെയ്യുക. പിന്നീട് നമ്മൾ യൂസ് ചെയ്യുന്ന ഹുക്ക് എടുക്കുക. ഈ സർക്കിളിലൂടെ ഹുക്ക് താഴേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിൽ കടത്തി പുറത്തെടുക്കുമ്പോൾ മുകളിലേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിലാക്കുമ്പോൾ അവിടെ ലൂപ്പ് ഫോം ചെയ്യുന്നതാണ്. പിന്നീട് യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ ദിസ് ലൂപ്പ്. നമ്മുടെ മാജിക് സർക്കിൾ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നമുക്കിനി ഇത് ഇഷ്ടാനുസരണം വർക്ക് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ചെയിൻ 2ഉം ഡബിൾ ക്രോഷ്യേയുമാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ ചുറ്റുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി തോന്നുന്നുവെങ്കിൽ നമ്മുടെ ഇൻഡെക്സ് ഫിംഗർ യൂസ് ചെയ്യാവുന്നതാണ്. ഇൻഡെക്സ് ഫിംഗറിൻ്റെ താഴേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിൽ യാൺ കൊണ്ടുവരിക. ഇൻഡെക്സ് ഫിംഗറിനെ ചുറ്റിയെടുക്കുക. അതിനുശേഷം തമ്പ് വെച്ചൊരു ഗ്രിപ്പ് കൊടുക്കുക. ഹുക്ക് താഴേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിൽ ഈ ലൂപ്പിൻ്റെ ഈ സർക്കിളിൻ്റെ ഉള്ളിലൂടെ കയറ്റുക. അതിനുശേഷം വർക്കിംഗ് എൻഡ് പുറത്തേക്ക് എടുക്കുക. ഹുക്ക് മുകളിലേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിലാക്കുക. പിന്നീട് സെയിം പ്രോസസ്സ്, യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ ദിസ് ലൂപ്പ്. നമ്മുടെ മാജിക് സർക്കിൾ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അതിനുശേഷം ആവശ്യാനുസരണം വർക്ക് ചെയ്യാവുന്നതാണ്. യാൺ എടുക്കുക, ഇടത് കൈ എടുക്കുക. ഇടത് കൈയുടെ ഉള്ളിലേക്ക് നമ്മുടെ തമ്പ് വെച്ചിട്ട് യാൺ ഫിക്സ് ചെയ്യുക. അതിനുശേഷം ചൂണ്ടുവിരലിലും നടുവിരലിലുമായി യാൺ ചുറ്റിക്കൊണ്ടുവരിക. ചുറ്റിക്കൊണ്ടുവന്ന് ഒരു ക്രോസ് ഉണ്ടാക്കുക. ക്രോസ് ഉണ്ടാക്കിയതിന് ശേഷം നടുവിരലിൻ്റെയും മോതിരവിരലിൻ്റെയും ഇടയ്ക്കൂടെ യാൺ കൊണ്ടുവന്ന് വീണ്ടും ഈ തമ്പ് യൂസ് ചെയ്ത് ഫിക്സ് ചെയ്യുക. അതിനുശേഷം കൈകൾ തിരിക്കുക. കൈകൾ തിരിച്ച് കഴിയുമ്പോൾ നമുക്കിങ്ങനെ 2 ലൂപ്പ് ഇവിടെ കാണാം. ഇത് ടെയിൽ എൻഡാണ്, മറ്റേത് വർക്കിംഗ് എൻഡാണ്. സോ ഹുക്ക് എടുക്കുക. ഹുക്ക് താഴേക്ക് ഫേസ് ചെയ്ത് ടെയിൽ എൻഡിൻ്റെ അടിയിലൂടെ കയറ്റി വർക്കിംഗ് എൻഡ് അതിലൂടെ എടുത്ത് നമ്മളെ ഹുക്ക് ഫേസ് ചെയ്യുന്ന രീതിയിലാക്കുക. അപ്പോൾ ഇവിടെ ഒരു ലൂപ്പ് ഫോം ചെയ്യുന്നതാണ്. ഇത് തെന്നിപ്പോകാതിരിക്കാനും ഗ്രിപ്പ് കിട്ടാനും നമുക്ക് വലത് കൈയുടെ ഇൻഡെക്സ് ഫിംഗർ വെച്ചൊരു ഗ്രിപ്പ് ഇവിടെ കൊടുക്കാവുന്നതാണ്, ഇവിടെ പിടിക്കാവുന്നതാണ്. അതിന് ശേഷം വർക്കിംഗ് എൻഡിൻ്റെ അടിയിലൂടെ കയറ്റി ഈ ലൂപ്പിലൂടെ പുൾ ത്രൂ ചെയ്യുക. ഓക്കെ, നമ്മുടെ മാജിക് റിംഗ് ഇവിടെ ഈസിയായി റെഡി ആയിരിക്കുകയാണ്. ഓക്കെ, ചെറിയൊരു പ്രാക്ടീസ് കൊണ്ട് ഇതെല്ലാവർക്കും പെട്ടെന്ന് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് വർക്ക് ചെയ്യാം. ഞാനിവിടെ ചെയിൻ 3ഉം ഡബിൾ ക്രോഷ്യേയും ചെയ്ത് കാണിക്കാം. ചെയിൻ 3 ചെയ്തിരിക്കുകയാണ്. പിന്നീട് ഡബിൾ ക്രോഷ്യ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ മാജിക് റിങ്. ഇതിൻ്റെ സൈസ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഞാനിപ്പോൾ സൈസ് കുറച്ച് കാണിക്കാം. കണ്ടോ, സൈസ് കുറച്ചിരിക്കുകയാണ്. ഇവിടെ വലിച്ചാൽ സൈസ് നമുക്ക് കൂട്ടാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിന് വർക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമ്മൾ യൂസ് ചെയ്യുന്ന യാൺ എടുക്കുക. യാൺ എടുത്തതിന് ശേഷം നമ്മുടെ ചെറുവിരലിൽ, ഇടതുവശത്തെ ചെറുവിരലിൽ ചുറ്റിക്കൊണ്ടുവന്ന് ചൂണ്ടുവിരലിൻ്റെ പുറകുവശത്തൂടെ ചുറ്റി നടുവിരലിൻ്റെ ഫ്രണ്ടിലൂടെ ചുറ്റി ഒരു ക്രോസ് ഉണ്ടാക്കി നമ്മുടെ തമ്പ് വെച്ച് ഫിക്സ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ഹുക്ക് എടുക്കുക. ഹുക്ക് താഴേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിൽ ഈ ടെയിൽ എൻഡിലൂടെ അടിയിലൂടെ അകത്ത് കയറ്റുക. അകത്ത് കയറ്റിയതിന് ശേഷം വർക്കിംഗ് എൻഡ് അതിലൂടെ എടുക്കുക. അതിനുശേഷം ഹുക്ക് മുകളിലേക്കാക്കുക. അപ്പോൾ അവിടെ ഒരു ലൂപ്പ് ഫോം ചെയ്യുന്നതാണ്. അതിനുശേഷം വീണ്ടും വർക്കിംഗ് എൻഡ് ഇതിൻ്റെ ഉള്ളിലൂടെ കയറ്റുക. പുൾ ത്രൂ ദിസ് ലൂപ്പ്. ഓക്കെ, നമ്മുടെ മാജിക് റിംഗ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അതിനുശേഷം കയ്യിൽ നിന്ന് മെല്ലെ ഊരിയെടുക്കുക. ഓക്കെ, മാജിക് റിംഗ് റെഡി ആയിരിക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് വർക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ ചെയിൻ 3 കൊടുക്കുന്നു ഞാൻ. ഓക്കെ, ആൻഡ് ഡബിൾ ക്രോഷ്യ ചെയ്യുന്നു. നമുക്ക് ഇഷ്ടമുള്ള അത്രയും ഡബിൾ ക്രോഷ്യ നിങ്ങളുടെ പ്രോജക്റ്റിനനുസരിച്ചിട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതിന് ഇതിൻ്റെ സൈസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത് കാണിച്ചു തരാം. ഓക്കെ, സോ ഈ ടെയിൽ എൻഡ്
വലിക്കുകയാണെങ്കിൽ മാജിക് റിങ്ങിൻ്റെ സൈസ് കുറയ്ക്കാവുന്നതാണ്. കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ വലിച്ചാൽ മതി. പല വഴികൾ ചെയ്തിട്ടും നിങ്ങൾക്ക് മാജിക് റിങ് ചെയ്യാനായി സാധിക്കുന്നില്ലെങ്കിൽ അതിന് ചെയ്യാൻ പറ്റിയ ഈസി ടെക്നിക്കാണ് ഞാൻ ഇവിടെ കാണിക്കാനായിട്ട് പോകുന്നത്. മാജിക് റിങ്ങിന് പകരമായിട്ട് നമുക്ക് ചെയിൻ 4 അല്ലെങ്കിൽ ചെയിൻ 5, ചെയിൻ 6 നിങ്ങളുടെ സർക്കിൾ എത്രയും വലുതാണോ വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള ചെയിൻ കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ചെയിൻ 4 ആണ് ചെയ്യുന്നത്. 1 2 3 4 ചെയ്തതിന് ശേഷം സ്ലിപ്പ് സ്റ്റിച്ച് ടു ചെയിൻ 1. ചെയിൻ 1ലേക്ക് വന്ന് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഓക്കെ, സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഇവിടെ ഒരു സർക്കിൾ ഫോം ആയിരിക്കുകയാണ്. അതിനുശേഷം നിങ്ങൾക്ക് അടുത്ത റൗണ്ട് 2 ചെയ്യാവുന്നതാണ്. ചെയിൻ 3 ആൻഡ് ഡബിൾ ക്രോഷേ, ഹാഫ് ഡബിൾ ക്രോഷേ, എനിത്തിങ് നിങ്ങളുടെ പ്രോജക്റ്റിനനുസരിച്ചിട്ട് വർക്ക് ചെയ്യാവുന്നതാണ്. ഇങ്ങനെയും റിങ് ഉണ്ടാക്കാവുന്നതാണ്. ഓക്കെ.